ക്യാമറ റോയിൽ എങ്ങനെ DNG പ്രീസെറ്റും XMP പ്രീസെറ്റും ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയുള്ള 2 പ്രീസെറ്റുകളും ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റുഡിയോ ഗ്രീൻ പ്രീസെറ്റ് DNG ആണ്, RA2024 എന്ന് പറയുന്നത് XMP നോർമൽ പ്രീസെറ്റ് ആണ്. DNG പ്രീസെറ്റ് നമ്മൾ ഏതെങ്കിലും അൺസിപ്പ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് വെക്കണം. ദെൻ സെലക്ട് ഓൾ കൊടുത്തതിന് ശേഷം ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ റോയിലായിരിക്കും നമ്മുടെ DNG ഫയലുകൾ ഓപ്പൺ ആയിട്ട് വരിക. ഇത് DNG ഫയലുകളാണ് വിത്ത് സെറ്റിങ്സ്. ചിലപ്പോൾ ഒറിജിനലായിരിക്കും, വേർട്ടിക്കലായിരിക്കും, അതൊന്നും മാറ്റർ അല്ല. ഇതാണ് നമ്മുടെ പ്രീസെറ്റുകൾ. ഓരോ DNG ഫയലുകളിൽ ക്ലിക്ക് ചെയ്താലും അതിനകത്തുള്ള സെറ്റിങ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഗ്രീൻ കളറിന് പ്രയോറിറ്റി കൊടുക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള 24 പ്രീസെറ്റുകളാണ് സ്റ്റുഡിയോ ഗ്രീൻ പ്രീസെറ്റ് സെറ്റിനകത്ത് വരുന്നത്. എല്ലാം DNG ഫയലുകളാണ്. നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും, അതായത് ലൈറ്റ് റൂമിൻ്റെ 2 വേർഷൻസിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്യാമറ റോയിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഇത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഈ 3 ഡോട്ട് മോർ ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് പ്രീസെറ്റ് കാണാം. അതല്ലെങ്കിൽ പ്രീസെറ്റ് പാനൽ വന്നു കഴിഞ്ഞാൽ ന്യൂ ബട്ടൺ കാണാം. രണ്ടും സെയിം തന്നെയാണ്, ക്രിയേറ്റ് പ്രീസെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഗ്രൂപ്പ് എന്ന് പറയും. ഇവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ സ്റ്റുഡിയോ ഗ്രീൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ ഗ്രൂപ്പ് കൊടുത്തതിന് ശേഷം അവിടെ പേര് അടിച്ച് ഓക്കെ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് പേര് അടിച്ചു കൊടുക്കണം. തൽക്കാലം ഞാൻ 1 പ്രസ് ചെയ്യുന്നു. ഓക്കെ, 2, അടുത്തത് സെലക്ട് ചെയ്യുന്നു, റിപ്പീറ്റ്. ഇത് ഇത്രയും പ്രീസെറ്റുകൾ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത്, ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. DNG പ്രീസെറ്റ് എന്ന് പറയുന്നത് ക്യാമറ റോയിലും ലൈറ്റ് റൂമിലും ലൈറ്റ് റൂം ക്ലാസിക്കിലും മൊബൈൽ വേർഷനിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഫയലുകളാണ്. ഇനി നമ്മളുടെ XMP ഫയലുകൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ക്യാമറ റോയിലും ലൈറ്റ് റൂം ക്ലാസിക്കിലും ഡെസ്ക്ടോപ്പിലുമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മൊബൈൽ വേർഷനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പ്രീസെറ്റ് പാനലിൽ വന്ന പോലെ തന്നെ ഇതിനകത്തും ഒരു മോർ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് പ്രൊഫൈൽസ് ആൻഡ് പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പ്രീസെറ്റ് പാനലിന് അവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇമ്പോർട്ട് പ്രൊഫൈൽസ് ആൻഡ് പ്രീസെറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു, പ്രീസെറ്റ് ഫോൾഡറിൽ വരുന്നു, ഇമ്പോർട്ട്. ദാറ്റ്സ് ഓൾ, വെരി സിമ്പിൾ. ഈ ഫോൾഡറിനകത്ത് എത്ര പ്രീസെറ്റുകളുണ്ടോ അത്രയും ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ DNG ആണെങ്കിൽ ഓരോന്നായിട്ട് നമ്മൾ സേവ് ചെയ്യണം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.